വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു കുറച്ച് പിക്ചേഴ്സ് നമുക്ക് പുസ്തകത്തിൽ നൽകിയിട്ടുണ്ടായിരുന്നു. അത് കളർ അടിച്ച് നിങ്ങളെ കാണിക്കാമെന്ന്. ഓക്കെ, ലുക്ക് അറ്റ് ദ സ്ക്രീൻ. കൊള്ളാമല്ലേ? റെഡ് കളർ പിന്നെ വൈറ്റ് കളർ, അങ്ങനെ പല പല കളറിലാണ് ടീച്ചർ കളർ ചെയ്തിരിക്കുന്നത് പൂക്കൾക്ക്. ഓക്കെ, ചില ചോദ്യങ്ങൾ ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ. വിച്ച് കളർ ഡിഡ് യു ഗിവ് ടു ദ റോസ്? റോസിന് ഏത് കളറാണ് നിങ്ങൾ നൽകിയത്? ഡിഡ് ഓൾ ഓഫ് യു ഗിവ് ദ സെയിം കളർ? എല്ലാത്തിനും നിങ്ങൾ സെയിം കളറാണോ നൽകിയത്? അല്ല. വൈ ഡിഡ് ഗിവ് ദം ഡിഫറെൻറ്റ് കളേഴ്സ്? നിങ്ങൾ എന്തിനാണ് പല പല കളർ എല്ലാ പൂക്കൾക്കും നൽകിയത്? ഒരേ കളർ കൊടുക്കാൻ വയ്യായിരുന്നു? അപ്പോൾ എല്ലാ ചെടികൾക്കും പല പല കളറുകളാണ് അല്ലേ? ഡു ഓൾ ഹിബിസ്കസ് പ്ലാന്റ്സ് ഹാവ് ഫ്ലവേഴ്സ് ഓഫ് ദ സെയിം കളർ? നോ. ഹിബിസ്കസ് മീൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞു തന്നതാണ് ചെമ്പരത്തി ചെടികൾക്ക് എല്ലാത്തിനും അതിൻ്റെ ഫ്ലവേഴ്സിൻ്റെ കളറ് സെയിം ആണോ? അല്ല. Haven't you seen plants that bear flowers of only one color like locust and jasmine? എല്ലാ ചെടികളും ലോക്കസ് തുമ്പ, ജാസ്മിൻ മുല്ല, ഇതിൻ്റെ രണ്ടിൻ്റെ കളർ സെയിം ആണ് അല്ലേ? വെള്ള കളറായിരിക്കും. ആ വെള്ള കളറാണോ എല്ലാ ചെടി പൂക്കൾക്കും? അല്ല. ആഡ് നെയിംസ് ഓഫ് മോർ ഫ്ലവേഴ്സ് ഇൻ ദ ടേബിൾ ബിലോ. താഴെ നൽകിയിരിക്കുന്ന ടേബിൾ വേർതിരിച്ച് ഡിഫറെൻറ്റ് കളറുള്ള ചെടികളെയും ഒരേപോലത്തെ കളറുള്ള ചെടികളുടെയും പേരെഴുതണം. ഓക്കെ, പ്ലാന്റ്സ് വിത്ത് ഫ്ലവേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ് എന്തൊക്കെയാണ് നൽകിയിരിക്കുന്നത് അവിടെ? ഹിബിസ്കസ്, റോസ്, അതുകൂടാതെ മാരിഗോൾഡ് ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട്. ട്യുലിപ്പ് ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട്. പ്ലാന്റ്സ് വിത്ത് ഫ്ലവേഴ്സ് ഓഫ് ഓൺലി വൺ കളർ, ഒരേ കളറുള്ള ചെടികളെ നമ്മൾ എന്താണ് അതിന് നൽകിയിരിക്കുന്നത്? ലൂക്കസും ജാസ്മിനും വൈറ്റ് കളറാണ്. അതുപോലെ ഒരേ കളറുള്ള ചെടികളെ നമ്മൾ എന്ത് വിളിക്കുന്നു? വേറെ പേരുകൾ ഇട്ട് വിളിക്കാം അല്ലേ? അമറാന്ത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ തൊടികളൊക്കെ കാണാം, വാടാമുല്ല എന്ന് വിളിക്കും. അതിന് പർപ്പിൾ കളറാണ് നൽകിയിരിക്കുന്നത് അല്ലേ? അതുപോലെ തന്നെ സൺഫ്ലവർ ഒരു കളറേ ഉള്ളൂ. ഐ ലൈക്ക് ദ ഫ്രാഗ്രൻസ് ഓഫ് റോസ് ആൻഡ് ജാസ്മിൻ. ഒരു കുട്ടി പറയുകയാണ്, എനിക്ക് പൂക്കളുടെ മണം വലിയ ഇഷ്ടമാണ്. ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗന്ധം. Try to smell flowers like the rose, jasmine, hibiscus, marigold, ചെണ്ടുമല്ലി, etc. ചെണ്ടുമല്ലി മീൻസ് മാരിഗോൾഡ്. ഈ ചെടികളുടെ ഗന്ധം മണത്തിട്ട് നമ്മളത് ഏത് ചെടിയാണ്, അതിൻ്റെ പേരെന്താണെന്ന് കണ്ടുപിടിക്കാം. ആസ് ഇൻ ദ കേസ് ഓഫ് കളർ, നിറങ്ങളുടെ കേസായാലും don't flowers have different smell too? അതിൻ്റെ സ്മെല്ലും വ്യത്യസ്തമായിരിക്കും. ഓരോ ചെടികളുടെ സ്മെല്ല് വ്യത്യസ്തമായിരിക്കും. How many plants can be identified only by the smell of their flowers? Try to write. സ്മെൽ അനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലാകുന്ന പൂക്കളുടെ പേര് താഴെ എഴുതാനാണ് നൽകിയിരിക്കുന്നത്. എനിക്കറിയാവുന്ന സ്മെല്ല് അനുസരിച്ചുള്ള ചെടികളുടെ പേര് ഞാൻ പറയാം. 1 ജാസ്മിൻ, മുല്ലപ്പൂവിൻ്റെ മണം എല്ലാവർക്കും ഇഷ്ടമാണ്. ലില്ലി, റോസ് ആൻഡ് മാരിഗോൾഡ് എന്നീ 4 ചെടികളുടെ പേര് ടീച്ചർ നൽകിയിരിക്കുന്നു. നിങ്ങൾ പറ്റുന്നത്ര സ്മെല്ല് മണത്തിട്ട് അതിൻ്റെ ചെടികളെ തിരിച്ചറിഞ്ഞ് എഴുതുക. ഡിഡ് യു ലൈക്ക് ദ ഐ ബാൻഡ് ഗെയിം എന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ? കണ്ണുകെട്ടിക്കളി ഇഷ്ടമാണോ? കളക്ട്
fragrant flowers like rose, jasmine, chrysanthemum, and chrysanthemum means jamanthi. Frangipani means chembagam. Marigold, chendumalli, etc. Cover the eyes of your friend with a band and ask her to smell each of these flowers. How many flowers can she identify from their smell? എന്താണ്? കണ്ണ് കെട്ടി കളി കളിക്കാനാണ് അവർ പറയുന്നത്. എന്താണ് പറയുന്നത്? ജാസ്മിൻ, റോസ്, ജമന്തി, ചെമ്പകം, ചെണ്ടുമല്ലി എന്നീ പൂക്കളെ കളക്ട് ചെയ്ത് അവരുടെ കണ്ണ് കെട്ടി ഇത് മണപ്പിച്ച് സ്മെല്ലിലൂടെ അതേത് ചെടിയാണെന്ന് കണ്ടുപിടിക്കാൻ. ഓക്കെ, ഇതൊരു രസകരമായ കളിയാണ്. ഇനി നമ്മൾ 3 വ്യത്യസ്ത പൂക്കളെ പരിചയപ്പെടാൻ പോവാം. ഒന്ന്, those that blossom at night. രാത്രി മാത്രമേ ഇത് പൂക്കത്തുള്ളൂ. അതെന്താണ് അതിൻ്റെ പേര്? നിശാഗന്ധി എന്നാണ് വിളിക്കുന്നത്. നിശാഗന്ധിയെ വേറൊരു പേരിട്ട് വിളിക്കും ക്വീൻ ഓഫ് ദ നൈറ്റ്. രാവിൻ്റെ that blossom at night are white. ഈ പൂവിൻ്റെ നിറം വൈറ്റ് ആണ്. അതിൻ്റെ മണവും നല്ല സുഗന്ധമാണ്. This helps flies locate them at night. ഇതിൻ്റെ മണം പ്രാണികളെ ആകർഷിക്കാൻ സാധിക്കുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് ക്വീൻ ഓഫ് നൈറ്റ്, നിശാഗന്ധി. വെൻ നീലക്കുറിഞ്ഞി ബ്ലോസം. എന്നാണ് നീലക്കുറിഞ്ഞി പൂക്കുന്നത്? നീലക്കുറിഞ്ഞി blossoms only once in 12 years. What a sight it is to see the നീലക്കുറിഞ്ഞി blossom all over the നീലഗിരി hills. നീലഗിരി ഹിൽസിലാണ് നീലക്കുറിഞ്ഞി പൂക്കുന്നത്. എപ്പോഴാണ് നീലക്കുറിഞ്ഞി പൂക്കുന്നത്? 12 വർഷത്തിലൊരിക്കലേ നീലക്കുറിഞ്ഞി പൂക്കത്തുള്ളൂ. അടുത്തത് ഏറ്റവും ഭീകരമായ ഒരു പൂവിനെ കുറിച്ചാണ് പറയുന്നത്. ദ ജെയിൻറ്റ് എമംഗ് ഫ്ലവേഴ്സ്, റഫ്ലേഷ്യ എന്ന് പറയുന്ന പൂവ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പൂവാണ്. ഇറ്റ് ഹാസ് ആൻ അപ്രോക്സിമേറ്റ് വെയ്റ്റ് ഓഫ് 10 കിലോഗ്രാം. ഇതിന് അപ്രോക്സിമേറ്റ് വെയ്റ്റ് 10 കിലോയാണ്. ആൻഡ് എൻറിച്ച് ആസ് ബിഗ് ആസ് ആൻ അംബർല. അംബർലയുടെ ഷേപ്പാണ് ഇതിനുള്ളത്. ഇറ്റ് ഹാസ് ഫോൾ സ്മെൽ. ഇതിൻ്റെ സ്മെല്ല് ഒരു വൃത്തികെട്ട സ്മെല്ലാണ്. ഫൈൻഡ് ഔട്ട് വെദർ ഓൾ പ്ലാന്റ്സ് ഫ്ലവർ. മറ്റ് നമ്മൾക്കറിയാത്ത ഫ്ലവേഴ്സിൻ്റെ പേര് നമുക്ക് മനസ്സിലാക്കി അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. There are flowers of different color, smell and size. എല്ലാ ഫ്ലവേഴ്സിനും അതിൻ്റേതായ കളറുണ്ട്, സ്മെല്ലുണ്ട്, പിന്നെ അതിൻ്റെ സൈസുണ്ട്. ഫ്ലവേഴ്സ് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് ബൈ ദെയർ സ്മെൽ. നമുക്ക് അതിൻ്റെ ഗന്ധത്തിലൂടെ ഫ്ലവേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാം. അതുപോലെ തന്നെ there are many flowers in nature that arouse our curiosity. നമ്മൾ ധാരാളം ഫ്ലവേഴ്സിനെ ചുറ്റുവട്ടത്ത് കാണുകയാണെങ്കിൽ നമുക്കതിനെ കാണാനും അതിനെ തൊടാനും ഒക്കെ ഒരു ക്യൂരിയോസിറ്റിയാണ്, അല്ലേ? അടുത്തതായി ലീവ്സ് ഡിഫറെൻറ്റ് ടൈപ്സ്. ദ സ്മെൽ ഓഫ് ഈച്ച് ഫ്ലവർ ക്യാൻ ബി ഐഡൻറ്റിഫൈഡ്. നമ്മൾ എല്ലാ ഫ്ലവറിൻ്റെയും ഗന്ധം മനസ്സിലാക്കി. വാട്ട് അബൌട്ട് ലീവ്സ് ദെൻ? ഇലകൾ കണ്ട് ചെടികളെ മനസ്സിലാക്കാൻ സാധിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. ചില ഇലകളൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും, അല്ലേ? വിച്ച് ആർ ദ ലീവ്സ് ദോസ് ഹൂ സ്മെൽ യു നോ? ചില ലീവ്സിൻ്റെ സ്മെല്ല് മനസ്സിലാകുമോ? ചില ലീവ്സിൻ്റെ സ്മെല്ല് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഏത് ചെടിയാണ് അത് എന്ന്. പനിക്കൂർക്കയുടെ മണം നിങ്ങൾക്കറിയാമോ? പനിക്കൂർക്കയുടെ മണം അടിക്കുമ്പോഴേ നമുക്കറിയാം അതിൻ്റെ ഒരു ഇല ഒന്ന് പൊട്ടിയാൽ മതി, നമുക്ക് അതിൻ്റെ സ്മെല്ല് പെട്ടെന്ന് സ്പ്രെഡാകും.
അപ്പോൾ അത് മനസ്സിലാവും അത് പനിക്കൂർക്കയുടെ മണമാണെന്ന്. ട്രൈ ടു സ്മെൽ ലീവ്സ് ഓഫ് ഡിഫറെൻറ്റ് പ്ലാന്റ്സ്. ചില ഡിഫറെൻറ്റ് പ്ലാന്റ്സിൻ്റെ ഇലകളെ, ലീവ്സിനെ സ്മെല്ല് ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറയുന്നത്. ആർ യു ഏബിൾ ടു ഐഡൻറ്റിഫൈ ദ സ്മെൽ? നിങ്ങൾ തയ്യാറാണോ അതിൻ്റെ സ്മെല്ല് തിരിച്ചറിയാൻ? Can you identify the smell of leaves of plants are in your locality? Like basil. Basil എന്താണ്? തുളസി. Mango tree. Curry leaf. Lemon. Cinnamon. Cinnamon means കറുവാപ്പട്ട. Ginger. Vetiver. Vetiver എന്ന് പറഞ്ഞാൽ എന്താ? രാമച്ചം. Bitter gourd. Cashew nut. Spanish theme. What do you mean by Spanish theme? പനിക്കൂർക്ക, etc. Isn't the smell of leaves of each plant different? ഈ പ്ലാന്റ്സിൻ്റെ എല്ലാ ലീവ്സിൻ്റെ സ്മെല്ല് വ്യത്യസ്തമാണ്. ലീഫ് ഫിഗേഴ്സ്. ലീഫ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് എ പ്ലാന്റ്. ലീഫ് എന്ന് പറയുന്നത് ഒരു ചെടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. കളക്ട് ലീവ്സ് ഓഫ് 4 or 5 different types of plants. Is the shape of all the leaves you collected the same? Compare the mango leaf with the jack leaf. What is the difference in their shape? എന്താ പറയുന്നത്? പ്ലാന്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് അതിൻ്റെ ഇലയാണ്. നമ്മളൊരു പ്ലാന്റിൻ്റെ ഇലകളെല്ലാം പറിച്ചു കളഞ്ഞാൽ അതിന് പൂർണ്ണമായും ജീവിക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. നമുക്ക് ഒരു ആക്ടിവിറ്റി ചെയ്യാം. കൊഴിഞ്ഞു പോയ ഇലകൾ അതിൻ്റെ ചോട്ടിലൊക്കെ കാണും. ഓരോ ചെടിയുടെയും ഇല കളക്ട് ചെയ്ത് 4 or 5 വ്യത്യസ്ത ചെടികളുടെ ഇലകൾ കളക്ട് ചെയ്ത് നമ്മളൊരു ബുക്കിലൊട്ടിക്കുക. ഓക്കെ, നമ്മുടെ എൻവയോൺമെൻറ്റ് ബുക്കിലൊട്ടിക്കുക. ആ ബുക്കിലൊട്ടിച്ചിട്ട് മാംഗോ ലീഫ്, ജാക്ക് ഫ്രൂട്ടിൻ്റെ ലീഫ്, ഈ 2 എണ്ണത്തിൻ്റെ ലീഫ് എടുത്തിട്ട് കമ്പയർ ചെയ്യാം. നമുക്ക് അതിൻ്റെ ഷേപ്പ് കമ്പയർ ചെയ്യാം, അതിൻ്റെ ഓരോ സ്ട്രക്ചർ കമ്പയർ ചെയ്യാം, അതിന് എത്ര സൈസ് ഉണ്ടെന്ന് കമ്പയർ ചെയ്യാം, എക്സെട്ര. വാട്ട് ഈസ് ദ ഡിഫറൻസ് ഇൻ ദെയർ ഷേപ്പ്? എന്താണ് അതിൻ്റെ ഷേപ്പിൻ്റെ വ്യത്യാസം? കളക്ട് ലീവ്സ് ഫോളൻ ഫ്രം ഡിഫറെൻറ്റ് മാംഗോ ട്രീസ്. കൊഴിഞ്ഞു പോയ മാംഗോ ട്രീസിൻ്റെ ലീവ്സ് കളക്ട് ചെയ്യാം. ആർ ഇൻ ദെയർ ഷേപ്സ് ദ സെയിം? അതിൻ്റെ ഷേപ്പ് എല്ലാം സെയിം ആണോ? അല്ല, ഒരേ ചെടിയുടെ ഇലകൾക്കും വ്യത്യാസമുണ്ട്. ബ്യൂട്ടിഫൈ ദ ലീഫ് പിക്ചേഴ്സ് ബൈ കളറിങ് ദം. തൊട്ടടുത്ത് നമുക്ക് ഒരു 4 ലീവ്സിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ച നിറം, വ്യത്യസ്ത പച്ച നിറങ്ങളുണ്ട്, അതിന് നമുക്ക് നൽകി മനോഹരമാക്കാം. പ്ലാന്റ്സ് ക്യാൻ ബി ഐഡൻറ്റിഫൈ ബൈ ദി ഷേപ്പ് ഓഫ് ദെയർ ലീവ്സ്. ലീവ്സിൻ്റെ ഷേപ്പിലൂടെ പ്ലാന്റ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാം. ദ ഷേപ്പ് ഓഫ് ലീവ്സ് ഓഫ് ഡിഫറെൻറ്റ് പ്ലാന്റ്സ് ഈസ് ഡിഫറെൻറ്റ്. ഡിഫറെൻറ്റ് പ്ലാന്റ്സിൻ്റെ ലീവ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. പ്ലാന്റ്സ് ക്യാൻ ഓൾസോ ബി ഐഡൻറ്റിഫൈ ദ സ്മെൽ ഓഫ് ദെയർ ലീവ്സ്. പ്ലാന്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ അതിൻ്റെ ഇലയെ മണത്താൽ മതി. ലിവിങ് തിങ്സ്, ജീവനുള്ള വസ്തുക്കൾ. വാട്ട് ആർ ദ ഒബ്ജക്ട്സ് സീൻ ഇൻ ദ പിക്ചർ? എന്തൊക്കെ ഒബ്ജക്ട്സ് ആണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത്? ലിവിങ് തിങ്സുമുണ്ട്, നോൺ ലിവിങ് തിങ്സുമുണ്ട് അല്ലേ? അതിൽ നിന്ന് ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും വേർതിരിച്ചെടുക്കാം. ഫൈൻഡ് ദ ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ഇൻ യുവർ സറൗണ്ടിങ്സ് ആൻഡ് ടാബ്ലറ്റ് ദം. നമ്മളുടെ ചുറ്റുവട്ടത്തുള്ള ലിവിങ്ങും നോൺ ലിവിങ് തിങ്സും വേർതിരിച്ച് ടേബിളിൽ എഴുതുക, കംപ്ലീറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ലിവിങ് തിങ്സ് ആൻഡ് നോൺ ലിവിങ് തിങ്സ്. നമുക്ക് ഈ പിക്ചറിൽ നിന്ന് തന്നെ വേർതിരിക്കും. ഇവിടെ നമ്മൾ ലിവിങ്ങും നോൺ ലിവിങ്ങും വേർതിരിച്ച് എഴുതിയിരിക്കുന്നു. ഫസ്റ്റ് പിക്ചർ, ആൻഡ് ഈസ് എ ലിവിങ് തിങ്. നോൺ ലിവിങ് തിങ്സ്, ടേബിൾ ഈസ് എ living, non-living thing. Cat is a living thing. Kite is a non-living thing. Sapling, with is a living thing.
Bucket is a non-living thing. Coconut seed is a living thing. Computer is a non-living thing. Fish is a living thing. Stone is a non-living thing. Pumpkin is a living thing. And water is a non-living thing. Peculiarities of living and non-living things. പെക്യുലാരിറ്റീസ് ഓഫ് ലിവിങ് ആണ് ഫസ്റ്റ് നമുക്ക് പറയാവുന്നത്. ഇതിനകത്ത് എന്തൊക്കെയാണ് നൽകിയിരിക്കുന്നത്? ഗ്രോ, ന്യൂ വൺസ് ആർ ഫോംഡ്. അതുകൂടാതെ ഗെറ്റിംഗ് റൈറ്റ് ഓഫ് വേസ്റ്റ്, വേസ്റ്റിനെ അലിയിച്ച് മണ്ണിനോട് ചേർക്കാൻ സാധിക്കുന്നു. എബിലിറ്റി ടു ഡിറ്റക്റ്റ് ചേഞ്ചസ്, വ്യത്യാസങ്ങൾ വരുത്താൻ സാധിക്കുന്നു. നോൺ ലിവിങ് തിങ്സിൻ്റെയോ? ഡു നോട്ട് ഗ്രോ, വളരുകയില്ല. cannot reproduce, ഒരു പുതിയ ഒരെണ്ണത്തിനെ പ്രൊഡ്യൂസ് ചെയ്യില്ല. ഡു നോട്ട് മൂവ്, അങ്ങോട്ട് ചലനങ്ങൾ ഇല്ല. ഡു നോട്ട് റെസ്പോണ്ട്, ഡു നോട്ട് ടേക്ക് ഫുഡ്, റെസ്പോണ്ട് ചെയ്യുകയില്ല. ഡു നോട്ട് ടേക്ക് ഫുഡ് എടുക്കുകയില്ല. ചെടികളാണെങ്കിൽ, ലിവിങ് തിങ്സ് ആണെങ്കിൽ ചെടികൾ വേരിലൂടെ വലിച്ചെടുക്കുന്നു. ഓൾ ലിവിങ് തിങ്സ് ഗ്രോ, എല്ലാ ലിവിങ് തിങ്സും വളരുന്നു. ഫുഡ് ഈസ് റിക്വയർഡ് ഫോർ ദെയർ ഗ്രോത്ത്, ഫുഡാണ് അതിൻ്റെ അത്യാവശ്യ ഘടകം. ഡോണ്ട് വി ഗ്രോ ബൈ ടേക്കിംഗ് ഫുഡ് ഇല്ലാതെ നമ്മൾക്ക് വളരാൻ സാധിക്കുമോ? ഇല്ല. സിമിലർലി ഫുഡ് ഈസ് റിക്വയർഡ് ഫോർ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ് ടു, പ്ലാന്റ്സിനും ഈ ഫുഡ് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ പ്ലാന്റ്സിലൂടെ നമ്മൾ ഫുഡ് ഭക്ഷിക്കുന്നു. ഡോണ്ട് വി കുക്ക് ഫുഡ് ഇൻ അവർ ഹൗസ് ഇൻ ദ കിച്ചൺ, പ്ലാന്റ്സ് പ്രിപ്പയർ ദെയർ ഫുഡ് ഇൻ ദെയർ ലീവ്സ്. നമ്മൾ കിച്ചണിൽ കുക്ക് ചെയ്യുന്നു ഫുഡ് എങ്കിൽ പ്ലാന്റ്സ് എവിടെയാണ് ഫുഡ് കുക്ക് ചെയ്യുന്നത്? അതിൻ്റെ ലീവ്സിൽ. ദ പ്രിപ്പയർഡ് ഫുഡ് ഈസ് യൂസ്ഡ് ഫോർ ദെയർ ഗ്രോത്ത്, അതിനെ വളർച്ചയ്ക്കാണ് അത് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. ദ റിമൈനിങ് ഫുഡ് ഈസ് സ്റ്റോർഡ് ബൈ ദ പ്ലാന്റ് ഇൻ ഇറ്റ്സ് ഡിഫറെൻറ്റ് പാർട്സ്. അത് ബാക്കി വരുന്ന ഫുഡ് എവിടേക്ക് പോകുന്നു? അതിൻ്റെ പല ഭാഗങ്ങളിലേക്ക് മാറ്റിവെക്കുന്നു. വി യൂസ് ദീസ് ആർ ആസ് അവർ ഫുഡ്, ഈ മാറ്റിവെക്കുന്ന ബാക്കി ഫുഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സീ ദ പിക്ചേഴ്സ് ഓഫ് സം പ്ലാന്റ്സ് വി യൂസ് ഫോർ ഫുഡ്, ഫുഡിന് വേണ്ടി ഉപയോഗിക്കുന്ന ചില പ്ലാന്റ്സ് ആണ് താഴെ നൽകിയിരിക്കുന്നത്. ഐഡൻറ്റിഫൈ ഈച്ച് വൺസ് നെയിം ഫ്രം ദ ബോക്സ് ആൻഡ് നോട്ട് ദം. ഫസ്റ്റ് വൺ അവിടെ നൽകിയിട്ടില്ല. എന്താണത്? റൈസാണ് ഫസ്റ്റ് പിക്ചർ. സെക്കൻഡ് പിക്ചർ നൽകിയിട്ടുണ്ട് വീറ്റ്, ഗോതമ്പ്. തേർഡ് വൺ ഗുവ, പേരയ്ക്ക. ഫോർത്ത് വൺ പപ്പായ എല്ലാവർക്കും ഇഷ്ടമാണോ? ഫിഫ്ത്ത് വൺ ടപ്പിയോക്ക. ആൻഡ് നെക്സ്റ്റ് ബീറ്റ്റൂട്ട്. സെക്കൻഡ് ലാസ്റ്റ് റാഡിഷ് ആൻഡ് ലാസ്റ്റ് carrot. Okay. We use the leaf, flower and fruit of moringa for food. Moringa എന്താ? മുരിങ്ങയുടെ ഇല, ഫ്ലവർ, ഫ്രൂട്ട് ഇതെല്ലാം നമ്മളുടെ ഫുഡിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഡു വി യൂസ് ഓൾ പാർട്സ് ഓഫ് ഓൾ പ്ലാന്റ്സ് ഫോർ ഫുഡ്? നമ്മളെല്ലാ ചില പ്ലാന്റ്സിൻ്റെ എല്ലാ പാർട്സും ഫുഡിൽ ഉൾപ്പെടുത്തുന്നു. കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ. താഴെ നൽകിയിരിക്കുന്ന ടേബിൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. ഫ്ലവർ എന്താണ്? ഫ്ലവർ രൂപത്തിലുള്ള ഫ്രൂട്ട് പ്ലാന്റ് ഏതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഓണിയൻ, മുരിങ്ങ അവിടെ നൽകിയിട്ടുണ്ട്. കോളിഫ്ലവർ ഒരു എക്സാമ്പിളാണ്. ഫ്രൂട്ട് പപ്പായ, പംകിൻ, പിന്നെ കോക്കനട്ട് ഒരു ഫ്രൂട്ടാണ്, നമ്മൾ ഫുഡിൽ ഉൾപ്പെടുത്തുന്നതാണ്. ലീഫ് അമരാന്തസ് എന്താ? ചീര. കാസിയടോറ, ദെൻ ലെറ്റസ്. ഇതൊക്കെ ലീഫിലൂടെ നമ്മളുടെ ഫുഡിൽ ഉൾപ്പെടുത്തുന്നു.
സ്റ്റെം, അതും അമറാന്തസിൻ്റെ സ്റ്റെമ്മ് ഉപയോഗിക്കുന്നു. ടോറ, ഷുഗർ കെയിൻ്റെ സ്റ്റെമ്മാണ് നമ്മൾ ഫുഡിൽ ഉൾപ്പെടുത്തുന്നത്. ട്യൂബർ എന്താണ്? ടപ്പിയോക്ക, വേരിലൂടെ ഉണ്ടാകുന്ന ഫുഡാണ് ട്യൂബർ. ടപ്പിയോക്ക, സ്വീറ്റ് പൊട്ടറ്റോ, യാം എന്താ? ചേന. മനസ്സിലായല്ലോ? ജെർമിനേറ്റ്സ് വെൻ സോൺ. ജെർമിനേറ്റ്സ് എന്തുവാ? എങ്ങനെയാണ് ഈ ചെടികൾ നട്ട് വളർന്ന് പൂക്കുന്നത് അല്ലേ, തളിർക്കുന്നത് എന്നാണ് ജെർമിനേഷനിലൂടെ നമ്മൾ പഠിക്കുന്നത്. ഹാവിൻറ്റ് യു സീൻ പ്ലാന്റ്സ് സ്പ്രോട്ടിംഗ് ഔട്ട്? നിങ്ങൾ ഈ ചെടികൾ പൂത്ത് തളർത്ത് വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളോ? ഹാവിൻറ്റ് യു സീൻ ഇൻ ദ മാംഗോ സീഡ്, കോക്കനട്ട് ആൻഡ് അതർ സ്പ്രോട്ടിംഗ് ഔട്ട്? മാംഗോ സീഡിൽ നിന്നും കോക്കനട്ട് സീഡിൽ നിന്നും നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നതായിരിക്കും അതിൻ്റെ തളിർപ്പ് മുറിഞ്ഞു വരുന്നത്. സീഡ്സ് ജെർമിനേറ്റ്സ് ടു ഫോം ന്യൂ പ്ലാന്റ്. എന്ത് ജെർമിനേറ്റ് ചെയ്ത് എന്താണ് ഉണ്ടാവുന്നത്? പുതിയൊരു ചെടി ഉണ്ടാവുന്നു. ലെറ്റ് us ഓൾസോ ട്രൈ ജെർമിനേറ്റിംഗ് സീഡ്സ്. നമ്മൾക്കും ജെർമിനേറ്റിംഗ് സീഡ്സ് നട്ട് വളർത്താൻ ശ്രമിക്കാം. ഫിൽ എ ഫ്ലവർ പോട്ട് വിത്ത് സോയിൽ. ഒരു പൂച്ചെടി എടുത്ത് മണ്ണ് നിറയ്ക്കുക. വെറ്റ് ദ സോയിൽ നനയ്ക്കുക. ബറി എ ഫ്യൂ പീ സീഡ്സ്. കുറച്ച് പയർ മണികൾ അതിനകത്ത് ഇട്ട് കൊടുക്കുക. ഒബ്സർവ് ദ സീഡ്ലിംഗ് സ്പ്രോട്ടിംഗ് ഔട്ട്. വാട്ട് ആർ ദ ചേഞ്ചസ് സീൻ? എന്തൊക്കെ വ്യത്യാസങ്ങളാണ് നടക്കുന്നതെന്ന് നമുക്ക് കാണാൻ. കുട്ടികളെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ റൂട്ട്സ് എങ്ങനെയാണെന്ന് കാണാൻ, കിളിച്ച് താഴോട്ട് മണ്ണിനടിയിലേക്ക് പോകുന്ന എങ്ങനെയാണെന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, ബൈ.